ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രഭാതം കർത്താവ് നമുക്ക് പ്രത്യേകമായി ഒരുക്കിയിരിക്കുകയാണ്. ഓരോ പ്രഭാതം മുതൽ സായങ്കാലം വരെ നമ്മൾ കർത്താവിനെ സ്നേഹിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച്, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കണം. അപ്പോൾ തന്നെ വേറൊരു പ്രാർത്ഥന നിങ്ങൾ ചെയ്തില്ലെങ്കിലും ദൈവം തന്നെ അനുഗ്രഹിക്കും. നമുക്ക് അഹങ്കരിക്കാതിരിക്കാം, എളിമപ്പെടണം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവെ, ഒരിക്കലും എന്നെ അഹങ്കാരിയാക്കരുത്, എളിമപ്പെടണം. എന്ത് ഞാൻ ആയിരിക്കുന്നോ അത് ദൈവത്തിൻ്റെ കൃപയാണ്. കർത്താവെ, എനിക്ക് അഹങ്കരിക്കാൻ ഒന്നും എനിക്കില്ല, ഒരു മേന്മ എനിക്കില്ല. അങ്ങനെ ഓരോ വ്യക്തിയും ചിന്തിക്കണം. 1 കൊറിന്തോസ് 4:7, 1 Corinthians chapter 4 verse 7. നിനക്കെന്ത് പ്രത്യേക മഹാത്മ്യാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? നിന്റെ സമ്പത്ത്, നിന്റെ ആരോഗ്യം, നിന്റെ കുട്ടികൾ, നിന്റെ ബിസിനസ്, ജോലി, വിദേശത്ത് ഉള്ള നിന്റെ ജോലി, അവിടുത്തെ ഭവനങ്ങൾ, ഇപ്പോഴുള്ള കാറ്, ബംഗ്ലാവ്, എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദൈവം തന്നതാണെന്നുള്ള ബോധ്യം. എന്ന് നമ്മൾ ദൈവത്തെ മറക്കുന്നോ, അപ്പോൾ ദൈവം നമ്മളെ മറക്കും. ദൈവത്തെ ഓർത്ത് എളിമപ്പെട്ട് ജീവിച്ചാൽ ജീവിതാവസാനം വരെ സമാധാനത്തിൽ ജീവിക്കുവാൻ നിങ്ങൾ അനുഗ്രഹിക്കും. എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഇന്ന് കർത്താവ് സാധിച്ചു തരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.